ഇനി ഈ ആഴ്ചത്തെ മഹത്വചനമാണ്. തലസ്ഥാന നഗരിയുടെ വർഷിപ്പ്ഫുൾ മേയർ മാലിന്യ ചന്ദ്രിക നൽകുന്ന സാരോപദേശങ്ങളാണ് ഇതിലെ ഉള്ളടക്കം. എലിയെ പിടിക്കുന്ന പട്ടികളെ കൊന്നാൽ തലസ്ഥാന നഗരിയിൽ പ്ലേഗ് പടരുമെന്ന് എത്ര പേർക്കറിയാം? മനുഷ്യനെ ഒന്ന് കടിച്ചെന്ന് കരുതി എലിയെ പിടിക്കുന്ന പട്ടിയെ കൊല്ലാമോ? ഇത്തരം പട്ടികൾക്ക് തിന്നാൻ വേണ്ടിയാണ് നഗരത്തിലെങ്ങും മാലിന്യം സംരക്ഷിക്കുന്നത് എന്ന കാര്യം എത്ര കൊഞ്ഞാണന്മാർക്ക് അറിയാം? സൂറത്തിൽ പണ്ട് പ്ലേഗ് വന്നത് അവിടെ വേസ്റ്റ് നിരത്തുകൾ കുന്നുകൂടുകയും അവിടുത്തെ മുഴുവൻ തെരുവ് നായ്ക്കളെ ബ്ലോക്കായിട്ട് കൊന്നു കൊടുക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ പ്ലേഗ് ഉണ്ടായത്. ഇപ്പോൾ ഒന്നുമില്ല, ഈ പാവപ്പെട്ട തെരുവ് നായ്ക്കൾ വല്ലപ്പോഴും ആരെയെങ്കിലും ഒന്ന് കടിക്കുന്നതോടൊപ്പം ഉള്ള എലിയെ മൊത്തം കൊന്നു തീർക്കുന്നുണ്ട്. മനസ്സിലായോ? നേതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് തൻ്റെ കഷ്ടഗാനവുമായി എത്തുന്നത് ഒരു അതിഥി താരമാണ്. അച്ചു ഹസാരയുടെ 3 മൂന്നാർ പൂച്ചകളിൽ പ്രധാനിയും പുതിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ ഋഷിരാജ് സിംഗ്. തീരുമാനങ്ങൾ നടപ്പാക്കാൻ കക്ഷിഭേദമില്ലാതെ ഭരണകർത്താക്കൾ കാട്ടുന്ന അലംഭാവങ്ങൾക്കെതിരെ ജനങ്ങളുടെ വിസിൽ മുഴങ്ങി. വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിലാണ് തുറമുഖ മന്ത്രി കൂടിയായ കള്ളുമന്ത്രി ബാബുവിനെ ഉണർത്താൻ വിസിലടിച്ചത്. വ്യത്യസ്തമായ സമരമാർഗങ്ങളാണ് നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി 2 പതിറ്റാണ്ടോളമായിട്ട് നടത്തി വരുന്നത്. ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കുന്നതിനെതിരെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന വിസിൽ എന്ന കമ്പനിയെ ഉണർത്താനാണ് ഞങ്ങൾ കൊച്ചുകുട്ടികൾ അടിക്കുന്ന വിസിൽ അടിച്ചുകൊണ്ട് ഈ കമ്പനിയെയും സർക്കാരിനെയും ഉണർത്താൻ വളരെ സന്ദർഭോചിതമായി സൂചനകളിലൂടെ ഈ സർക്കാരിന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് എന്തെങ്കിലും വീഴ്ച വരുത്തിയോ? എനിക്ക് ആത്മാർത്ഥമായി പറയാൻ സാധിക്കും, വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള എല്ലാ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിൽ രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധിക്കുന്ന എല്ലാവർക്കും ഒപ്പം ചേർന്ന് ഒരു വിസിൽ കൂടി അടിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.
Da-dum.